ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ നിങ്ങളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഒരു പക്ഷേ നിങ്ങളുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ടില്ലെങ്കിലും ആയവരാണെങ്കിലും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, നമ്മുടെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസേഷൻ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ചാനലിലെ മോണിറ്റൈസേഷൻ നഷ്ടമായേക്കാം, അതല്ലെങ്കിൽ റീയൂസ്ഡ് വരാം. ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പ്രോബ്ലം വരുന്നുണ്ട്. അപ്പോൾ നമ്മളോടൊക്കെ ഒരുപാട് ആളുകൾ വരുന്ന ചാനലിലെ പ്രോബ്ലത്തിൽ ഏറ്റവും കൂടുതൽ വരുന്നത് റീയൂസ്ഡ് കണ്ടൻറ്റ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് ചാനലിൽ മോണിറ്റൈസേഷൻ പോയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറയാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രൈമറി സൊല്യൂഷൻ എന്ന് പറയുന്നത് റീയൂസ്ഡ് കണ്ടൻറ്റ് ഡിലീറ്റ് ചെയ്തിട്ട് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് റീയൂസ്ഡിൻ്റെ ഏറ്റവും അത് യൂട്യൂബ് തന്നെ പറയുന്നൊരു കാര്യമാണ്. നിങ്ങളുടെ റീയൂസ്ഡ് കണ്ടൻറ്റുകൾ ഡിലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ കണ്ടൻറ്റുകൾ മാത്രം ചെയ്ത് മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ കഴിയുമെന്നുള്ളതാണ് യൂട്യൂബ് ഇതിനൊരു സൊല്യൂഷനായിട്ട് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ പാവം ക്രിയേറ്റേഴ്സ് എന്ത് നോക്കും, നമ്മുടെ ചാനലിൽ റീയൂസ്ഡ് ആയിട്ട് നമ്മൾ ഏതെല്ലാം കണ്ടൻറ്റുകൾ ചെയ്തിട്ടുണ്ട് എന്ന് നോക്കും. ചെയ്തിട്ടുണ്ടാകും, അതുകൊണ്ട് തന്നെയാണല്ലോ മോണിറ്റൈസേഷൻ പോയിട്ടുണ്ടാകുക. അപ്പോൾ നമുക്കും അത് അറിയുമായിരിക്കും. അപ്പോൾ നമ്മൾ ഒരുപാട് കണ്ടൻറ്റ് ചെയ്തതിൽ അതൊക്കെ ഇരുന്ന് നമ്മൾ അങ്ങനെ ഡിലീറ്റ് ചെയ്തിട്ട് ഒഴിവാക്കും. ഇപ്പോൾ വാച്ച് ടൈമൊക്കെ പോകുന്നതാണ്. അങ്ങനെ നമ്മൾ സ്വന്തം വീഡിയോ പിന്നെ അങ്ങനെ എടുത്തിട്ട് ചെയ്യും. അങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴും നമുക്കൊരു റീച്ച് കിട്ടുന്നതല്ല. നമുക്ക് ആദ്യമൊക്കെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു റീയൂസ്ഡ് വന്ന് വീഡിയോ ഡിലീറ്റ് ചെയ്ത ശേഷം പിന്നീട് നമുക്ക് തീരെ റീച്ച് കിട്ടുന്നുണ്ടാവില്ല. വീഡിയോസിന് എത്ര കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്താലും ഒരു 30-40 അല്ലെങ്കിൽ 100 വ്യൂസൊക്കെ ആകെ വരുന്നുണ്ടാവുള്ളൂ. ഈ ഒരു പ്രോബ്ലം ഒരുപാട് ക്രിയേറ്റേഴ്സിനുണ്ട്. അപ്പോൾ ഇതിന് വ്യൂസ് കൂടാൻ എന്ത് ചെയ്യണം എന്നുള്ളതിനേക്കാൾ നമ്മളിവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്, നിങ്ങൾ നേരത്തെ വീഡിയോ ഡിലീറ്റ് ചെയ്തു, അതാണ് നിങ്ങളുടെ ചാനലിനെ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. കാരണം നമ്മുടെ ചാനലിൽ ബൾക്കായിട്ട് ഒരു കൂട്ടം വീഡിയോസ് നമ്മളങ്ങ് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിന് അത് നെഗറ്റീവായിട്ട് ബാധിക്കും. നമ്മുടെ ചാനലിൽ ട്രാഫിക് പോകുന്നതാണ്. അപ്പോൾ റീയൂസ്ഡ് വന്നു എന്ന് പറഞ്ഞ് നമുക്കൊരു മെയിൽ വന്നാൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ആരെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾ ഒറ്റ രാത്രി ഇരുന്നു കൊണ്ട് നിങ്ങളുടെ എല്ലാ റീയൂസ്ഡ് കണ്ടൻറ്റുകളും ഡിലീറ്റ് ചെയ്യാൻ നിൽക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു റേഷ്യോ അനുസരിച്ചിട്ട്, അതായത് നിങ്ങൾ വീഡിയോസ് ചെയ്തു വരിക, അതിനനുസരിച്ചിട്ട് ഓരോ വീഡിയോസായിട്ട് ഇങ്ങനെ ഡിലീറ്റ് ചെയ്ത് പോവുക. ചിലരുണ്ട് മോണിറ്റൈസേഷൻ ആ ഒരു മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാനുള്ളൊരു ഡേറ്റ് യൂട്യൂബ് പറഞ്ഞിട്ടുണ്ടാകും. അതുവരെ ഡിലീറ്റ് ചെയ്യാതെ വെച്ചിട്ട് അന്ന് രാത്രി, അതായത് ചാനലിൻ്റെ റീച്ച് നഷ്ടപ്പെടും എന്ന് വിചാരിച്ചിട്ട് ഒന്നും ഡിലീറ്റ് ചെയ്യാതെ വെച്ചിട്ട് ആ അവസാനത്തെ ഡേറ്റിന് നാളെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ ആ ഒരു ഓപ്ഷൻ വരുമെന്നുണ്ടെങ്കിൽ ഇന്ന് ഇരുന്നിട്ട് നമ്മൾ മൊത്തം ഡിലീറ്റ് ചെയ്യും. അതും ചെയ്യരുത്. നമ്മൾ ഒരു വീഡിയോ ഇന്ന് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 1-2 വീഡിയോ നമ്മൾ ചെയ്തിട്ടേ നമ്മൾ ആ ഒരു വീഡിയോ ഒഴിവാക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കാൻ പാടുള്ളൂ. അതല്ലാതെ നമ്മൾ ബൾക്കായിട്ട് ചെയ്യരുത് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, റീയൂസ്ഡ് വന്നു, നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്യുകയാണ്, പക്ഷേ മൊത്തത്തിലിരുന്ന് ഡിലീറ്റ് ചെയ്യാതെ. സാധാരണ 3 മാസം നമുക്ക് സസ്പെൻഷൻ കിട്ടും. അതായത് 3 മാസം കഴിഞ്ഞാലേ നമുക്ക് മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യാൻ കഴിയുകയുള്ളൂ. അപ്പോൾ നമ്മൾ ആ ഒരു 3 മാസം നമ്മൾ കൃത്യമായിട്ടൊരു പ്ലാനോട് കൂടിയിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനൽ ഡെഡ് ആകുന്നതല്ല. അതല്ലെങ്കിൽ ഈ ഒരു ചാനൽ ഡെഡ് ആകുന്ന പ്രോബ്ലമൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഡിലീറ്റ് ചെയ്യുമ്പോൾ ഒന്നിച്ച് ഡിലീറ്റ് ചെയ്യാതെ സിംഗിൾ ആയിട്ട് ഓരോ വീഡിയോ ഡിലീറ്റ് ചെയ്ത് അതിനിടയിലൊക്കെ നമ്മൾ നല്ല വീഡിയോസ് ഇതിൻ്റെ ഇടയിൽ ചെയ്യുകയും വേണം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വ്യൂസ് കുറയുന്ന പ്രോബ്ലം നിങ്ങളുടെ ചാനലിനെ ബാധിക്കുന്നതല്ല. ഒരു വിധം വരെ നമുക്ക് അത് പിടിച്ചു നിർത്താൻ കഴിയുന്നതാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഈ ഒരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതുപോലെ റീയൂസ്ഡ് പ്രശ്നമുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യരുത് എന്ന് പറയുക. അതുപോലെ നല്ല റീച്ചുള്ളൊക്കെ വീഡിയോസ് ഒറ്റയടിക്ക് ഡിലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ചാനലിനത് ബാധിക്കുന്നതാണ്. പക്ഷെ വളരെ ശ്രദ്ധിച്ച് വേണം നിങ്ങൾ വീഡിയോസ് ചെയ്യാൻ. മാക്സിമം നിങ്ങൾ കോപ്പിറൈറ്റ് ഒക്കെ ഉള്ള മ്യൂസിക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. യൂട്യൂബിൻ്റെ ഓഡിയോ ലൈബ്രറിയിലുള്ള മ്യൂസിക്കുകളൊക്കെ ഉപയോഗിക്കുക. അങ്ങനെ ആകുമ്പോൾ നമുക്ക് പിന്നീട് വീഡിയോ ഡിലീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നതല്ല. അപ്പോൾ നമ്മൾ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾക്ക് വളരെ യൂസ്ഫുള്ളായി എന്ന് കരുതുന്നു. നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ് ചെയ്യുക, കൂടെ ബെൽ ബട്ടണും കൂടി അമർത്തുക.
മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ടിപ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.